സംഭവം മാലാഖ മംഗളവാർത്ത നമുക്ക് നൽകുകയാണ്. ലോകം മുഴുവൻ നൂറ്റാണ്ടുകളിലൂടെ രക്ഷകനായ ദൈവത്തെ കാത്തിരുന്ന ജനതയ്ക്ക് നൽകുന്ന ഒരു മറുപടിയാണ്, അല്ലെങ്കിൽ ഒരു വാർത്തയാണ്. പരിശുദ്ധ കന്യകാമറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവപുത്രൻ ആയിരിക്കും ആ പുത്രൻ. അങ്ങനെ മനുഷ്യരുടെ ഇടയിലേക്ക് ദൈവം കടന്നു വരാൻ പോകുന്നു എന്നുള്ള വളരെയേറെ സന്തോഷകരമായ വാർത്ത, മംഗളവാർത്ത, അത് ആ ഒന്നാമത്തെ രഹസ്യത്തിലൂടെ നമുക്ക് നൽകുകയാണ്. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യന്റെ കാത്തിരിപ്പിന് ഒരു അറുതി വരുത്തിക്കൊണ്ട് വളരെയേറെ നൂറ്റാണ്ടുകൾ പ്രത്യാശയോടുകൂടെ കാത്തിരുന്ന ജനതയ്ക്ക് ഒരു വലിയ സന്തോഷത്തിന്റെ വാർത്ത നൽകിക്കൊണ്ട് അവർക്ക് പ്രത്യാശ നൽകുന്ന സംഭവമാണ്. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കവരപ്പറമ്പ് ഇടവകയില്, പ്രത്യേകിച്ച് സെന്റ് മേരീസ് യൂണിറ്റിന്റെ ഭാഗത്ത് ഈ പ്രദേശത്തുള്ള എല്ലാ ജനങ്ങൾക്കും നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം വഴി വളരെയേറെ അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കാൻ സാധിക്കും. കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമെന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടെ പ്രാർത്ഥിക്കുന്ന അനേകം ആളുകളുണ്ട്. അങ്ങനെയുള്ള എല്ലാ ജനങ്ങളുടെയും ഹൃദയത്തിലേക്ക് ഈശോ കടന്നു വരുന്നതാണ് ത്യാഗപൂർണതയില്, സഹനത്തിന്റെ രീതിയില്, പരിഹാരത്തിന്റെ രീതിയിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരും എന്നുള്ളതിന്റെ ഒരു ഉറപ്പ് നമുക്ക് ദൈവം തന്നെ നൽകുകയാണ്. അന്ന് മാലാഖയാണ് ആ സന്ദേശം നൽകിയതെങ്കിൽ ഇന്ന് പരിശുദ്ധ അമ്മ നമ്മളോട് പറയുകയാണ്, നിങ്ങൾ പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കർത്താവ് കടന്നു വരുമെന്ന്. നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് ഈശോ കടന്നു വരുവാനായിട്ട്, ദൈവത്തിന്റെ ഈശ്വര സാന്നിധ്യമുണ്ടാകുവാനായിട്ട് നമുക്കിപ്പോൾ ഈ രഹസ്യങ്ങൾ ചെല്ലുമ്പോൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളോട് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. തമ്പുരാന്റെ അമ്മേ,